ശ്രീരാമൻ എന്ന അറബിയിൽ ഇലാഹ് എന്ന് പറയും. അപ്പോൾ ശ്രീകൃഷ്ണൻ എന്നതിന് അറബിയിൽ അൽ ഇലാഹ് എന്ന് പറയും. അതാണ് അല്ലാഹ്. മനസ്സിലായോ? അവർക്ക് സംസ്കൃതം അറിയാത്ത അവരുടെ കുറ്റാണോ? നമുക്ക് അറബി അറിയാത്ത നമ്മുടെ കുറ്റാണോ? അല്ല. അപ്പോൾ ഇതെല്ലാം പല നാട്ടിൽ പല ഭാഷകളിൽ ഉപയോഗിക്കുന്ന പദം ഒന്നല്ലേ? ഈ ഒന്നാണ്. ഈ സത്യം തിരിച്ചറിയുവാനാണ് ഗുരു നമ്മളോട് പറഞ്ഞത്. അതുകൊണ്ട് ഗുരു പറഞ്ഞു, നീ സത്യം, ജ്ഞാനം, ആനന്ദം. ആനന്ദമാണ് മനുഷ്യൻ്റെ ലക്ഷ്യം. എന്താനന്ദമാണ്? സച്ചിദാനന്ദം. എന്താ ഈ സച്ചിദാനന്ദം? 3 വാക്കുകൾ ചേർന്നതാണ് സച്ചിദാനന്ദം. ഒന്ന് സത്ത്. സത്താണല്ലോ, ഞാൻ പറഞ്ഞല്ലോ, അസത്തിൽ നിന്ന് സത്യത്തിലേക്കുള്ള യാത്ര. എന്താ അസത്തും സത്യവും തമ്മിലുള്ള വ്യത്യാസം? മാറ്റത്തിന് വിധേയമാകുന്നതെല്ലാം അസത്താൻ, മാറാതെ നിൽക്കുന്നത് സത്താൻ. നിങ്ങളുടെ ശരീരം അസത്താൻ, പക്ഷേ ഇതിൻ്റെ അകത്തുള്ള ജീവനോ സത്താൻ. ഈ ജീവൻ എവിടെയും പോകുന്നില്ല. നമ്മുടെ ശരീരം പോവും, സത്ത് ജീവാത്മാവ് പരമാത്മാവിലേക്കും. ആ സത്തില്ലെങ്കിൽ ഇത് അസത്തല്ലേ? നിങ്ങളെ ഇപ്പോൾ ഇവിടെ വരുമ്പോൾ കുളിച്ചില്ലേ? എല്ലാവരും മുടി ചീകിയില്ലേ? പൊട്ടുതൊട്ടില്ലേ? പൗഡർ ഇട്ടില്ലേ? അങ്ങനെ കൊണ്ടുവന്ന ഈ നിങ്ങളുടെ വിശിഷ്ടമായ കണ്ണാടിയിൽ നോക്കി സുന്ദരനും സുന്ദരിയാക്കിയ തലയുണ്ടല്ലോ, ഈ തല 100 കൊല്ലം കഴിഞ്ഞ് എങ്ങനെ ഉണ്ടാവും? നോക്കി എവിടെ ഉണ്ടാവും? ഉള്ളിൽ നോക്കി പഠിക്കണം. പക്ഷിമൃഗാദികൾക്ക് പുറത്തേ നോക്കൂ, മനുഷ്യനാണ് ഉള്ളിൽ നോക്കിയത്. പുറത്ത് കോളേജും ക്യാമ്പസും യൂണിവേഴ്സിറ്റിയും ഒന്നും ഇല്ലാതെ, കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും ലാബറട്ടറി ഇല്ലാത്ത കാലത്ത് ഉള്ളിലേക്ക് നോക്കിയിട്ട് എഴുതി വെച്ച രാമായണം പോലത്തെ, മഹാഭാരതം പോലത്തെ, ഉപനിഷത്ത് പോലത്തെ ഒന്നും ഇപ്പോൾ ഉണ്ടാകുന്നുണ്ടാ? ഇല്ലല്ലോ. അന്ന് എഴുതിയ പോലെ ഒന്നും എഴുതാൻ പറ്റുന്നില്ല. പുറത്ത് ഇത്ര അറിവുണ്ടായിട്ടെന്താ? കാരണം ഏറ്റവും വലിയ വിദ്യ ഏതാ? ആത്മവിദ്യ. ഉള്ളിലേക്ക് നോക്കി പഠിക്കണം. ഇങ്ങോട്ടാണ്, ഇതിവിടെയാ ദൈവം, ഇങ്ങോട്ടാണ് ദൈവം. ഇവിടെയുള്ള വെളിച്ചത്തെ ഖനനം ചെയ്തെടുക്കലാണ് വിദ്യാഭ്യാസം. എൻ്റെ ഉള്ളിൽ വെളിച്ചമുണ്ട്. ആ വെളിച്ചം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അമ്പലത്തിലും മഠത്തിലും പോയിട്ട് തൊഴുന്നത്. എന്തിനാ? തൊഴുമ്പോൾ നട തുറക്കാൻ കാത്തു നിൽക്കുന്നില്ല അമ്പലത്തിൽ. നട തുറക്കാൻ എന്തിനാ കാത്തു നിൽക്കുന്നത്? എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം ദൈവം എല്ലായിടത്തും ഉണ്ടല്ലോ. എല്ലായിടത്തും ദൈവം കാണൂലേ? പിന്നെ ഈ അമ്പലത്തിൻ്റെ അകത്തേ ദൈവമുള്ളൂ. ഈശാവാസ്യം ഇതം സർവമെന്നല്ലേ? ദൈവം എല്ലായിടത്തും കുടികൊള്ളുന്നല്ലേ? മണ്ണിലും വെണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു, അവൻ കരുണാമയനായി കാവൽ വിളക്കായി കരളിലിരിക്കുന്നു എന്നുള്ള പാട്ട് കേട്ടില്ലേ? അത് ഈശാവാസ്യ ഉപനിഷത്താ. അങ്ങനെയുള്ള ദൈവത്തിന് പിന്നെ നട തുറക്കാൻ എന്തിനാ കാത്തു നിൽക്കുന്നത്? നട തുറക്കുന്നത് ദൈവം നമ്മളെ കാണാനാണെന്ന് ധരിക്കരുത്. നോ,